ഡൽഹി ചലോ മാർച്ചിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കർഷക സംഘടനകൾ. പോലീസിനെ മറികടന്ന് ഹരിയാന അതിർത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് നീങ്ങാനാണ് തീരുമാനം. ശംഭു അതിർത്തിയിൽ കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. കർഷകരുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ ചർച്ച അല്പസമയത്തിനകം നടക്കും. നിതിൻ അംബുജൻ സിംഘുവിൽ നിന്ന് തത്സമയം. നിതിൻ, ഇന്നിപ്പോൾ അല്പസമയത്തിനകം, അതായത് 7 മണിക്ക് പഞ്ചാബ് ഭവനിൽ ചർച്ച നടക്കാനിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാർ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നു. എത്രത്തോളം പ്രതീക്ഷയുണ്ട് സംഘടനകൾക്ക്? എന്തായാലും കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകളിലെല്ലാം തന്നെ കർഷക സംഘടനകൾ പ്രതീക്ഷ വെക്കുന്നുണ്ട്. കാരണം ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ പരിഹരിക്കുമെന്നൊരു നിലപാട് തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ഘട്ടത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് കർഷകർക്ക് മുൻപാകെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല എന്ന് അറിയണം. മാത്രമല്ല കർഷകർ അതിനോട് വഴങ്ങുമോ എന്നതും അറിയേണ്ടതാണ്. സമരത്തിന് തലേ ദിവസം മന്ത്രിതല സമിതിയുമായി കർഷകരുടെ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരവുമായി രംഗത്തിറങ്ങേണ്ടി വന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സിംഘുവിൽ എന്തായാലും സമരത്തെ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സ്വീകരിച്ചിട്ടുണ്ട്. ദേശീയപാത, സോണിപത്ത് ഡൽഹി ദേശീയപാത പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. മുള്ളുവേലി തീർത്തും അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചുമാണ് കർഷക സമരത്തെ നേരിടാൻ ഡൽഹി പോലീസിന്റെ നീക്കം. ഹരിയാനയിലും പഞ്ചാബിലും സമാനം തന്നെയാണ് അവസ്ഥ. ഇന്നലത്തേതിന് സമാനമായി തന്നെ ശംഭു അതിർത്തിയിൽ ഇന്നും പോലീസും കർഷകരും തമ്മിൽ ഏറ്റുമുട്ടി. കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസം ഡ്രോൺ വഴിയാണ് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ കർഷകർ ശംഭുവിലുള്ള കർഷകർ പട്ടം പറത്തി ഡ്രോണിനെ കുരുക്കിക്കൊണ്ട് അത് തകർക്കാനുള്ള നീക്കം കർഷകരുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. അത്തരത്തിൽ പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന എന്തെല്ലാം നിയന്ത്രണങ്ങളുണ്ടോ അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോവുക തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ കർഷകരുടെ ഒരു തീരുമാനം, ഇപ്പോൾ ശംഭുവിൽ ക്യാമ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഹരിയാനയിലുള്ള കർഷകർ അവരും വൈകാതെ തന്നെ ശംഭുവിൽ നിന്ന് കർഷകർ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരുമിച്ച് സംഘടിച്ച് ഡൽഹിയിലേക്ക് എത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശംഭു കേന്ദ്രീകരിച്ച് കർഷകർ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. ഹരിയാനയിലുള്ള കർഷകരും അവിടെ നിന്ന്, പ്രത്യേകിച്ചും കുരുക്ഷേത്ര അല്ലെങ്കിൽ പാനിപ്പത്ത് അടക്കമുള്ള സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് പിന്നീട് ശംഭുവിലുള്ള കർഷകരുമായി ഒരുമിച്ച് വരാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇന്ന് പഞ്ചാബിൽ നിന്ന് കൂടുതൽ കർഷകർ ശംഭു അതിർത്തി കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ ട്രാക്ടറുകൾ കൂടാതെ ബുൾഡോസുകൾ, ഇത്തരമൊരു ഈ കോൺക്രീറ്റ് കർഷക സംഘടനകളുമായി അല്പസമയത്തിനകം മന്ത്രിതല സമിതിയുടെ ചർച്ച.